Hi guys, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ബോക്സിങ്ങിനെ കുറിച്ചാണ്. സോ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ബോക്സിംഗ് നിങ്ങൾ രണ്ട് തരത്തിൽ കേട്ടിട്ടുണ്ടാവും, ബോക്സിങ്ങും കിക്ക് ബോക്സിങ്ങും. ഇവ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിക്ക് ബോക്സിങ്ങിൽ പൊതുവെ കാലുകൊണ്ടും കൈ കൊണ്ടുള്ള അറ്റാക്ക് ഉണ്ടാവും, ബോക്സിങ്ങിൽ കൈ കൊണ്ടുള്ള അറ്റാക്ക് മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ബോക്സിങ്ങിൻ്റെ കുറച്ച് മൂവ്മെൻറ്റുകൾ, അതായത് ബേസിക് ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ മാത്രം പറഞ്ഞു പോകുന്നു. നിങ്ങൾക്കൊരു ബിഗിനർ ആണെങ്കിൽ, അതായത് ബോക്സിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്കുള്ള എല്ലാ സംശയത്തിനും ഉത്തരം ഈ വീഡിയോയിലുണ്ടാവും. ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു പോകുന്നില്ലെങ്കിലും അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഇത് 1 മണിക്കൂറിൽ കൂടുതലുണ്ടാവും. അതുകൊണ്ട് ഞാൻ വലിപ്പിച്ച് നീട്ടുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ചാനലിലെ ബാക്കി വീഡിയോസ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ബോക്സിംഗ് എളുപ്പമായി പഠിക്കാൻ വേണ്ടി വീഡിയോനെ ഞാൻ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ഏരിയ, പൊസിഷൻ ആൻഡ് എക്സിക്യൂഷൻ. ദ ഫസ്റ്റ് വൺ ഈസ് ഏരിയ. ബോക്സിങ്ങിൽ ഓപ്പോണൻറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ബോഡി പ്ലേസിനെയാണ് ഞാൻ ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഹെഡ് മുതൽ ഹിപ്പ് വരെയാണ്. ഹിപ്പിനാൽ താഴോട്ട് നമ്മൾ പഞ്ച് ചെയ്യില്ല, നമ്മൾ ഈ ഒരു ഏരിയയിലാണ് പഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഓപ്പോണൻ്റായിട്ട് ഇപ്പോൾ വിവേക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ എനിക്ക് ഇവിടെ മുതൽ ഇവിടെ വരെ എനിക്ക് പഞ്ച് ചെയ്യാം. ഇത്രയും ഏരിയയിൽ എനിക്ക് പഞ്ചിങ് പോയിൻറ്റ്സുകളാണ്. അപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചു തരാണ്. എനിക്ക് ഇവിടെ നിന്ന് ഫേസിലേക്ക് പഞ്ച് ചെയ്യാം, ചെസ്റ്റിലേക്ക് പഞ്ച് ചെയ്യാം, ഇവിടെ ഹുക്ക് ചെയ്യാം, ഇവിടെ ആപ്സിന് പഞ്ച് ചെയ്യാം, റിബിന് പഞ്ച് ചെയ്യാം. ഇത്രയും ഏരിയയിൽ എനിക്കിവിടെ പഞ്ച് എക്സിക്യൂഷൻ ചെയ്യാം. അപ്പോൾ ഏരിയയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ക്രിക്കറ്റ് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബാറ്റ്സ്മാന് ഒരു പ്രത്യേക തരം പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ബാറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് അങ്ങനെ ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ബാറ്റ് ചെയ്യും, ഇങ്ങനെ ബാറ്റ് ചെയ്യും, എല്ലാ തരത്തിലും അങ്ങനെ ബാറ്റ് ചെയ്യും. ഇങ്ങനെ ഈ പൊസിഷനിൽ നിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂവ്മെൻറ്റുകളൊക്കെ കറക്റ്റായി വർക്കൗട്ട് ചെയ്യാനും നല്ല രീതിയിൽ മൊബിലിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഒരു തടസ്സവും ഇല്ലാതെ എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബോക്സിങ്ങിലും ഒരു പ്രത്യേക തരം പൊസിഷനുണ്ട്. ആ പൊസിഷൻ്റെ പേരാണ് ഗാർഡ് പൊസിഷൻ. ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഷോൾഡർ അകലത്തിൽ കാല് വെച്ചതിന് ശേഷം നമ്മുടെ ലെഫ്റ്റ് ലെഗ് നേരെ ഫ്രണ്ടിലേക്ക് എടുത്ത് വെച്ച് നമ്മുടെ 2 മുട്ടുകാലിലും ഒരു സസ്പെൻഷൻ, ഒരു എഫക്റ്റ് മീൻസ് ആ ഒരു മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ റെഡിയായി. ഇനി നമ്മുടെ ഏരിയയെ കവർ ചെയ്യണം. അതായത് ഓപ്പോണൻറ്റിൻ്റെ അറ്റാക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ 2 കൈയും നമ്മുടെ 2 ചിൻ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ബോക്സിങ്ങിൻ്റെ പൊസിഷൻ. ഇപ്പോൾ ഇതിൽ നിന്നിട്ടാണ് നമ്മൾ പഞ്ച് എക്സിക്യൂഷൻ ചെയ്യുന്നത്. ഇതിൽ നിന്ന് എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം, എങ്ങോട്ട് വേണമെങ്കിലും അറ്റാക്ക് വരുമ്പോൾ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബോക്സിങ്ങിൻ്റെ പൊസിഷൻ. അപ്പോൾ പൊസിഷൻ്റെ കാര്യവും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല, ഒരു ചെറിയ ഒരു പൊസിഷൻ കാണിച്ചു തന്നത് മാത്രം. കാരണം ഇത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും മേ ബി. കാരണം മാർഷൽ ആർട്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാം ബോക്സിംഗ് ഒക്കെ യൂട്യൂബിൽ നോക്കി ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ. എന്നാലും അത്രയും തീരെ അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ചെറിയ പൊസിഷൻ കാണിച്ചു തന്നത്. ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദ നെക്സ്റ്റ് വൺ ഈസ് എക്സിക്യൂഷൻ, അതായത് പഞ്ച് എക്സിക്യൂഷൻ. പഞ്ച് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഗാർഡ് പൊസിഷനിലേക്ക് വരണം. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഗാർഡ് പൊസിഷനിൽ ചെയ്യുന്നതിന് നല്ലത് ഇങ്ങോട്ട് ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പർ വ്യൂവും കിട്ടും, എനിക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റും. ഓക്കെ, ബോക്സിങ്ങിൽ പൊതുവെ 8 പഞ്ചസുകളാണുള്ളത്. ഈ പഞ്ചസുകൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എവിടേക്കാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഈ പഞ്ചുകൾ എവിടേക്കാണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ചെയ്യാം, ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. ഒരു ബിഗിനറായിട്ടുള്ള ആൾക്ക് ഇത് ഒരു ബേസിക് ഇൻഫർമേഷനാണ്. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് തുടരെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ബിഗിനറായിട്ടുള്ള ആൾ ഗാർഡ് പൊസിഷൻ പ്രോപ്പറായി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുന്നത് പഞ്ചാണ്. അപ്പോൾ ബോക്സിങ്ങിലെ ഫസ്റ്റ് പഞ്ചാണ് ജാബ്. ഈ ജാബ് എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് കൈ കൊണ്ട് ഓപ്പോണൻറ്റിൻ്റെ ഫേസിലേക്ക് അറ്റാക്ക് ചെയ്യുന്നതാണ് ജാബ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ കൈ ഇവിടെ ഗാർഡ് പൊസിഷനിൽ എപ്പോഴും വെക്കാനായിട്ട് ശ്രമിക്കണം. അതല്ലെങ്കിൽ ഇവിടെ ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് ഓപ്പോണൻറ്റിൻ്റെ പഞ്ച് എനിക്ക് ഫേസിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഗാർഡ് ഉണ്ടെങ്കിൽ എനിക്ക് പഞ്ച് വരുന്ന സമയത്ത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഇത് ഈ കൈ ഇവിടെ ഇല്ലെങ്കിൽ ഫേസിൽ എനിക്ക് അറ്റാക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഇവിടെ ജാബ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2 കൈ ചിന്നിൻ്റെ അടുത്ത് വരിക, ചെയ്യണം. 2 കൈ ചിന്നിൻ്റെ അടുത്ത് വരിക, നേരെ ഡയറക്റ്റ് ഫേസിലേക്ക് പഞ്ച് വരിക. ഇങ്ങനെയാണ് ജാബ്. കാണിക്കാം.
ഇതാണ് ജാബ് പഞ്ച്. അടുത്ത പഞ്ച് എന്ന് പറയുന്നത് ക്രോസ് പഞ്ചാണ്. അതായത് നമ്മുടെ ലെഫ്റ്റ് കൈ കൊണ്ടാണ് നേരത്തെ ഫേസിലേക്ക് ഇടിച്ചതെങ്കിൽ ഇത് റൈറ്റ് പഞ്ചാണ്. റൈറ്റ് ഹാൻഡ് കൊണ്ട് ഓപ്പണൻറ്റിനെ ഫേസിലേക്ക് അറ്റാക്ക് ചെയ്യുന്നതാണ് ക്രോസ് പഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റൈറ്റ് ഹാൻഡാണ് പഞ്ച് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് ഗാർഡിലുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇയാൾക്ക് സൈഡിൽ നിന്ന് അറ്റാക്ക് വരുമ്പോൾ എൻ്റെ ഹെഡിൽ ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ചെയ്യണ്ടേ. അപ്പോൾ ഞാനിവിടെ റൈറ്റ് ക്രോസ് പഞ്ച് കാണിക്കുകയാണ്. ഇതാണ് റൈറ്റ് ക്രോസ് പഞ്ച്. ഇതിന് രണ്ടിനും വേറൊരു പേരും കൂടെ ഉണ്ട്. ലെഫ്റ്റ് പഞ്ചിന് പൊതുവെ 1 എന്നും വിളിക്കും, റൈറ്റ് പഞ്ചിന് പൊതുവെ 2 എന്നും വിളിക്കും. അപ്പോൾ പ്രാക്ടീസിൻ്റെ സമയത്ത് നമ്മൾ 1-2 1-2 എന്ന് പറയുകയാണെങ്കിൽ 1-2 ഇതാണ് രണ്ടും കൂടെ ഉള്ള പഞ്ച്. 1-2 പഞ്ച്. ഇനി 1 പഞ്ച് മാത്രമാണെങ്കിൽ 1-1-1 ദെൻ 2-2-2. ഇനി ഇത് രണ്ടും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണെങ്കിൽ 1-2 വരും, 1-2 വരും, 1-2. ഇങ്ങനെയാണ് ഇത് പ്രാക്ടീസ് സമയത്ത് പറയുന്നത്, 1ഉം 2. ഓക്കെ, 2 പഞ്ചുകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി മൂന്നാമത്തെ പഞ്ചിലേക്ക് പോവാം. നേരത്തെ നമ്മൾ 1-2 അതായത് ജാബ് ആൻഡ് ക്രോസ് പഞ്ചസ് കാണിച്ചു തന്നു. മൂന്നാമത്തെ പഞ്ച് എന്ന് പറയുന്നത് ഹുക്കാണ്. ഈ ഹുക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഞ്ചസ് ചെയ്ത സമയത്ത് ഡയറക്റ്റ് ലൈൻ പഞ്ചസ് ആണ്, അതായത് സ്ട്രെയിറ്റ് ലൈൻ പഞ്ചസ് ആണ്. ഇതെന്ന് പറയുമ്പോൾ റൗണ്ട് പഞ്ചസ് ആണ്. ഹുക്കാണ് ഇത്. ഇങ്ങനെയാണ് പഞ്ച് വരിക, റൗണ്ട് പഞ്ച്. ഈ ഹുക്ക് തന്നെ 2 തരത്തിലുണ്ട്, ഷോർട്ട് ഹുക്കും ലോങ് ഹുക്കും. അതായത് എൻ്റെ ഓപ്പണൻറ്റ് ഇപ്പോൾ കുറച്ച് ലോങ്ങിലാണ് ഉള്ളതെങ്കിൽ എനിക്ക് ഇങ്ങനെ പഞ്ച് ചെയ്യണം. അതായത് ഇത്രയും അകലത്തിൽ പോയാൽ മാത്രമേ എനിക്ക് അയാളുടെ ഫേസിലെത്തുള്ളൂ. നേരെ മറിച്ച് ഓപ്പണൻറ്റ് എൻ്റെ ക്രോസിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ പഞ്ച് ചെയ്താൽ മതി, അതായത് ഇങ്ങനെ പഞ്ച് ചെയ്താൽ മതി. ഇതാണ് ഷോർട്ട് ഹുക്ക്. അപ്പോൾ ഷോർട്ട് ഹുക്കും ലോങ് ഹുക്കും, ഈ 2 പഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഷോർട്ട്, ലോങ്. ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതേപോലെ തന്നെ നമുക്ക് റൈറ്റ് ഹാൻഡ് കൊണ്ടുണ്ട്. ദെൻ ഷോർട്ട്, ലോങ്, ഷോർട്ട്, ലോങ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ 4 പഞ്ചുകളിലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എൻ്റെ ലെഗ് മൊമെൻറ്റ്, എൻ്റെ ഹിപ്പ് മൊമെൻറ്റ്, എൻ്റെ കൈൻ്റെ സ്പീഡ്, ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് ഒരു പഞ്ചായിട്ട് മാറുള്ളൂ. ഞാൻ ചുമ്മാ ഇപ്പോൾ പറഞ്ഞു പോകണുള്ളൂ. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഒരുപാടധികം ലെങ്തി ആയിപ്പോവും. സോ ഞാൻ അത്രയും ഡീറ്റെയിൽ ആവുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ 4 പഞ്ചുകൾ പറഞ്ഞു തന്നു. ഇനി അഞ്ചാമത്തെ പഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ റിബിനുള്ള അറ്റാക്കാണ്. അതായത് ഓപ്പണൻറ്റ് ക്രോസ് ചാൻസിൽ വരുന്ന സമയത്ത് എനിക്ക് റിബ് നോക്കി അറ്റാക്ക് ചെയ്യാൻ, അതായത് റിബ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലെഗ്, ഹിപ്പൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പം ഈ പഞ്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ കാല് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇത് ഞാൻ എൻ്റെ ബോഡി കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? അത് പോരായിട്ട് എൻ്റെ ഈ ഹിപ്പ്, എൻ്റെ റിബ്, വിങ്സ് മസിലും കൂടെ മൊത്തത്തിലാണ് പഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ. ഇതാണ് പഞ്ച്. ഇത് അഞ്ചാമത്തെ പഞ്ച്, ഇത് ആറാമത്തെ പഞ്ച്. ഓക്കെ, കണ്ടോ? ഇത്രയും ബോഡി ആക്ഷൻസ് വരുമ്പോൾ മാത്രമേ ഈ പഞ്ച് കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പോൾ മൊത്തം നമ്മൾ 6 പഞ്ച് കവർ ചെയ്തു. ഇനി 7, 8. അപ്പോൾ ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ 7, 8 പഞ്ചുകളിലേക്ക് നമ്മൾ പോവാണ്. ഇപ്പോൾ നമ്മൾ ജാബ് കഴിഞ്ഞു, ക്രോസ് കഴിഞ്ഞു, ഹുക്ക് കഴിഞ്ഞു, റൈറ്റ് ഹുക്ക് കഴിഞ്ഞു, റിബ് കഴിഞ്ഞു, റൈറ്റ് റിബ് കഴിഞ്ഞു. ഇനി അപ്പർ കട്ട്സ്, അതായത് താടിക്കുള്ള പഞ്ചസ് ആണിത്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അപ്പർ കട്ട്സ്. ഈ അപ്പർ കട്ട്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇതാണ് അപ്പർ കട്ട്സ്. ഇങ്ങനെ പഞ്ച് ചെയ്യും, ഇങ്ങനെ പഞ്ച് ചെയ്യും. ഈ പഞ്ചിൻ്റെ സമയത്ത് എൻ്റെ ബോഡി ആക്ഷൻസ് കണ്ടില്ല, ഞാൻ പോയിട്ട് ഇങ്ങനെ പഞ്ച് ചെയ്തല്ല, ഇത് ഇങ്ങനെയാണ് പഞ്ച് ചെയ്യുന്നത്. ഇത് എൻ്റെ ബോഡി ആക്ഷനും കൂടെയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഈ കൈ മാത്രം ഒരു 5 കിലോ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ബോഡി ആക്ഷൻ കൂടെ വരുമ്പോൾ ചിലപ്പോൾ ഒരു 15 കിലോ 20 കിലോ ഇയാളുടെ ബോഡിക്ക് ഇവിടെ അടി കിട്ടും. ഓക്കെ, അപ്പോൾ അപ്പർ കട്ട്സ് ചെയ്യുന്ന വിധം നമ്മുടെ ഗാർഡ് പൊസിഷനിലേക്ക് വരിക, എന്നിട്ട് ഇങ്ങനെ പഞ്ച് ചെയ്യുക. ദെൻ 1, 2. ഇതാണ് അപ്പർ കട്ട്സ്. 1, 2, 1, 2, 1, 2. ഇപ്പോൾ എൻ്റെ ഈ ബോഡി ആക്ഷൻസ് കണ്ടല്ലോ, എൻ്റെ കാല് കണ്ടല്ലോ, ഞാൻ റൈറ്റ് പഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഈ ആക്ഷനും കൂടെ കൊടുക്കുന്നുണ്ട്. അതായത് ബോഡി ആക്ഷൻസ് കംപ്ലീറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൈൻ്റെ പവറിനെക്കാട്ടും എനിക്ക് ബോഡി കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല പവറിൽ അവിടെ അറ്റാക്ക് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഗൈസ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്ന ഏരിയയും പൊസിഷനും പഞ്ച് എക്സിക്യൂഷനും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞ് ഞാൻ തന്നെ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. എനിക്ക് വല്ലാതെ കിതപ്പ് വരുന്നുണ്ട്. കാരണം വേറെ ഒന്നല്ല, സ്റ്റാമിന ഭയങ്കരമായിട്ട് ഔട്ടാവുന്നുണ്ട്. കളിച്ചിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ ചത്തി കിടക്കുന്ന യൂട്യൂബ് ചാനൽ ഒന്നൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് എന്തായാലും വേണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പൊന്നുപോലെ കൊണ്ടെടുക്കുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.